3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് കിയർ സ്റ്റാമർ ഇന്ത്യയിലെത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ജൂലൈ 24 പുതിയ വ്യാപാര കരാർ ഒപ്പുവച്ചിരുന്നു. അതിനുശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച എന്ന നിലയിൽ ഇന്ത്യയും ബ്രിട്ടനുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് വൻ പ്രാധാന്യമാണ് ഇന്ത്യ നൽകുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കൊണ്ട് പിഴച്ചുങ്കം ചുമത്തിയതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് വൻ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഉറ്റുനോക്കുന്ന വ്യാപാര പങ്കാളിയാണ് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും. അതുകൊണ്ട് തന്നെ കിയർ സ്റ്റാമറുടെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ത്യ വൻ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. കിയർ സ്റ്റാമർ ഇന്ത്യയിലെത്തിയത് ഒരു വൻ പ്രതിനിധി സംഘത്തെയും കൊണ്ടാണ്, വൻ ബിസിനസ് സംഘത്തെയും കൊണ്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യയുമായി വൻപിച്ച വ്യാപാര സാധ്യതകൾ ബ്രിട്ടൻ തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ വിസകൾ നൽകണമെന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കുടിയേറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന UK-യിൽ ഇനി സ്ഥലമില്ല, ഇടമില്ല കുടിയേറ്റക്കാർക്ക് എന്നാണ് കിയർ സ്റ്റാമർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് കൂടുതൽ വിസകൾ നൽകില്ല എന്നതാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ വൻ വിപണി തന്നെയാണ് ബ്രിട്ടൻ്റെ കണ്ണ്. ഇന്ത്യയിലെ വൻ വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നത് തന്നെയാണ് ബ്രിട്ടൻ്റെ തന്ത്രം. ബ്രിട്ടനിൽ നിന്ന് കൂടുതൽ വിസ്കിയും കാറുകളും ഇറക്കുമതി ചെയ്ത് ഇന്ത്യക്കാർ കൂടുതലായി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കിയർ സ്റ്റാമർ കൂടുതൽ വിലക്കുറവ് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചേക്കാം. കൂടാതെ മോദിയുമായുള്ള ചർച്ചയ്ക്കിടെ യുക്രൈൻ യുദ്ധവും ഗാസ യുദ്ധവുമെല്ലാം ചർച്ചകൾക്കിടയിൽ വന്നേക്കാമെങ്കിലും വ്യാപാരം തന്നെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ മുഖ്യ ലക്ഷ്യം. ഇന്ത്യയുമായി വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, ഊർജം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണം ബ്രിട്ടീഷ് കമ്പനികൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കിയർ സ്റ്റാമർ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ വിസ കൊടുക്കില്ല എന്നതിൽ ഇന്ത്യക്ക് നീരസമുണ്ട് എങ്കിൽ പോലും തൽക്കാലം ബ്രിട്ടനെ പിണക്കുവാൻ ഇന്ത്യ നോക്കുകയില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നായിരുന്ന അമേരിക്കയുടെ പിഴച്ചുങ്കത്തിൽ നിന്ന് ഇന്ത്യൻ കമ്പനികൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇന്ത്യ തൽക്കാലം ബ്രിട്ടന് വാതിൽ തുറന്നു